ഇതുവരെ കണ്ട പോർച്ചുഗലല്ല നമ്മളിപ്പോൾ കാണാൻ പോകുന്ന പോർച്ചുഗൽ. അപ്പോൾ മെസ്സി മുകളിൽ ഒരു ഭാഗത്ത് ഒരു കൊടുമുടിയിൽ നിൽക്കുന്നു, ക്രിസ്ത്യാനോ ഒരു കൊടുമുടിയിൽ നിൽക്കുന്നുവെങ്കിൽ ഇവർ തമ്മിൽ ഒരു പോരാട്ടം വരാനുള്ള സാധ്യതയാണ് ഈ ലോകകപ്പിൻ്റെ ഏറ്റവും മനോഹരമായ സാധ്യത. അട്രാക്ഷൻ. ക്വാർട്ടർ ഫൈനൽ അർജന്റീനയും പോർച്ചുഗലും തമ്മിൽ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകകപ്പ് നേടി പിരിയുക എന്നുള്ളത് ലോക ഫുട്ബോളിലെ മനോഹരമായ ഒരു മുഹൂർത്തം തന്നെ എനിക്ക് സംശയമില്ല. കാരണം ഇത്രയും നാൾ ഫുട്ബോളിനോട് ഇത്രയും കമ്മിറ്റഡായിട്ട്, കോമ്പറ്റിറ്റീവ് ഫുട്ബോളിനോട് ഏറ്റവും കൂടുതൽ അങ്ങേറ്റം കമ്മിറ്റഡായിട്ട് നിന്നിട്ട് ഒരു തരി വെള്ളം ചേർത്തിട്ടില്ല ഫുട്ബോളിൽ. ശരിയാണ്. അദ്ദേഹം ഒരു പ്ലെയർ എന്നുള്ള നിലയ്ക്ക് ശരിയാണ്, അതിനോട് മുഴുവൻ സമയം കമ്മിറ്റഡ് ആയിരുന്നു. അങ്ങനെ ഒരാൾക്ക് ലോകകപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നല്ല മനോഹരമായ മുഹൂർത്തമായിരിക്കും. അങ്ങനെ ആലോചിച്ചുറപ്പിച്ച് തന്ത്രങ്ങൾ പ്ലാൻ ചെയ്ത് കളിച്ച് അതിൽ മാറ്റം വരുത്തി അങ്ങനെ ഭയങ്കര സയൻറ്റിഫിക് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ് ജർമ്മനി. ഒരു 15 വർഷത്തിന് ശേഷം ഇപ്പം അവർക്ക് പഴയ ഒരു പ്രതാപം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കടുത്ത ആരാധകർ സമ്മതിക്കില്ലായിരിക്കാം. എന്താണ് ജർമ്മനിയുടെ ഒരു സാധ്യത? നമ്മൾ എപ്പോഴും പറയുന്നു ജർമ്മൻ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ മെഷീൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ മെർക്കിൻ്റെയോ അല്ലെങ്കിൽ BMW ഒക്കെ കാര്യം പറയുന്ന പോലെ അതൊരു മെഷീൻ പോലെ, യന്ത്രം പോലെ കളിക്കുന്ന ഭയങ്കരമായ ആത്മവിശ്വാസമുള്ള ഒരു സംഘം പ്ലേയേഴ്സ്. അത് വളരെ കൃത്യമായിട്ട്, വളരെ കുട്ടിക്കാലം മുതലേ കൃത്യമായിട്ട് ഗ്രൂം ചെയ്യപ്പെട്ട് വരുന്ന ഒരു ടീം ഇത്തവണ എവിടെ എത്തും? ഏത് ലെവൽ വരെ എത്താനാണ് സാധ്യത? അല്ല, ജർമ്മനിക്ക് സാധ്യതയില്ലെന്ന് ഒരിക്കലും നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. ബ്രസീൽ ഫുട്ബോളിലെ മറ്റൊരു ജനിതക ശ്രേണിയാണെങ്കിൽ ജർമ്മനി വേറൊരു തരം ജനിതക ശ്രേണിയാണ്. ബ്രസീൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കപ്പ് നേടിയിട്ടുള്ള 2 രാജ്യങ്ങൾ ഇറ്റലിയും ജർമ്മനിയാണ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇറ്റലി ലോകകപ്പിലില്ല ദൗർഭാഗ്യവശാൽ. പക്ഷെ ജർമ്മനി ഉണ്ട്. അപ്പോൾ ജർമ്മനി പുതിയ ടീമാണ്, പുതിയ കോച്ചാണ്, യങ് ആയിട്ടുള്ള കോച്ചാണ്. അവരുടെ ഫുട്ബോൾ എല്ലാ കാലത്തും അവർ ആ സ്റ്റഡി ലെവൽ കീപ്പ് ചെയ്യുന്ന ഒരു ഫുട്ബോളാണ്. എന്ന് വെച്ചാൽ അവിടുത്തെ ലീഗുകളൊക്കെ എടുത്താൽ, ഞാൻ കുറച്ച് വർഷം മുമ്പ് അവിടെ പോയിരുന്നു, അവരുടെ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഗസ്റ്റായിട്ട് തന്നെ പോയിട്ട് അവിടെ കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ അറിയാം, അവരുടെ ഫുട്ബോളിനെ അവർ വളരെ പ്രൊഫഷണലായിട്ടാണ് താഴെ തട്ടിൽ മുതലേ പരിശീലിപ്പിക്കുന്നത്. ഇപ്പോൾ മനോജ് നേരത്തെ പറഞ്ഞല്ലോ, ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്നതിന് അവർക്ക് അവരുടെ ശാസ്ത്രീയമായ രീതിയിലുണ്ട്. ഇനിയിപ്പോൾ അത് എയും എല്ലാം അതിൻ്റെ അകത്ത് വരുന്നു. ഒരു കുട്ടി 8 വയസ്സ് മുതൽ 14 വയസ്സ് വരെ, 13 വയസ്സ് 14 വയസ്സ് വരെ ഓരോ പന്തും എങ്ങനെ പിക്ക് ചെയ്യുന്നു, കിക്ക് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു, ഗ്രൗണ്ടിൽ പൊസിഷൻ എടുക്കുന്നു, ഇതെല്ലാം ഡേറ്റ ഫീഡ് ചെയ്ത് കമ്പ്യൂട്ടർ റിപ്പോർട്ട് കൊടുക്കും. അത് ഈ കുട്ടിയുടെ മാതാപിതാക്കളുമായിട്ട് പരിശീലകർ ഡിസ്കസ് ചെയ്യും. ഈ 13-14 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവനോട് നീ കളിക്കളത്തിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സിസ്റ്റമുള്ള നാടാണ് ജർമ്മനി. ഫുട്ബോൾ ഒരു സയൻസാണ്. ഫുട്ബോൾ ഒരു സയൻസാണ്. ഫുട്ബോൾ ഒരു ടെക്നോളജിയാണ്. ശരിയാണ്. ടെക്നോളജി ഫുട്ബോളിൽ ഉപയോഗിക്കില്ല അവർ ചെയ്യുന്നത്. അവർ ഫുട്ബോളിനെ ഒരു ടെക്നോളജി ആയിട്ട് ഒരു പ്രൊഡക്റ്റായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ആ ടീമിലെ ഓരോ കളിക്കാരനും അറിയാം എന്താണ് എൻ്റെ ദൗത്യം, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. പക്ഷേ ചില സമയത്ത് പാളിപ്പോവും. കഴിഞ്ഞ ലോകകപ്പിൽ ഖത്തറിൽ ജർമ്മനി ജപ്പാനോട് തോറ്റു. അപ്പോൾ ഞാൻ ആ കളി കണ്ട ആളാണ്. അപ്പോൾ ജപ്പാൻകാർ അന്ന് എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ഏഷ്യക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് ആനന്ദകരമായ കാര്യമാണെങ്കിലും ജർമ്മൻകാർക്ക് അത് മനസ്സിലായില്ല. ജർമ്മൻകാർക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ ജപ്പാൻകാർ ചെയ്യുന്നത് വെച്ചാൽ ഈ വലിയ പെരുമ്പറ കൊണ്ടെന്ന് വെച്ചിട്ട് ഇത് അടിക്കുന്നു, നിഹോൺ എന്ന് പറഞ്ഞ ആർത്ത് വിളിക്കുന്നു, വലിയ പ്രകമ്പനം ഉണ്ടാകുകയാണ് സ്റ്റേഡിയത്തിൽ. കാരണം ജപ്പാൻകാർ സ്വാഭാവികമായി സാമൂഹിക ജീവിതത്തിൽ വളരെ സൈലന്റ് ആൾക്കാരാണ്. എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ചന്തകളും എല്ലാം സൈലൻ്റ് ആയിട്ടുള്ളതാണ്. പക്ഷേ സ്റ്റേഡിയത്തിൽ അവർ ഇതുണ്ടാക്കുന്നു. ഈ ബഹളത്തിനും അവരുടെ സോളോ അറ്റാക്കുകൾ പലതും ജർമ്മനിയെ കടന്നു പോകുന്നു. കാരണം അത്തരം ഒരു അറ്റാക്ക്, കാരണം ജർമ്മൻകാർ കണക്ക് കൂട്ടുന്നത് ഒരു 4-4-2 എന്ന് പറഞ്ഞാൽ അതിൽ എങ്ങനെയാണ് ബിൽഡപ്പ്, എങ്ങനെയാണ് മിഡ്ഫീൽഡ് മുന്നിലേക്ക് പന്തെത്തിക്കുന്നത്, എല്ലാത്തിനും പാറ്റേണും കണക്കൂട്ടലെല്ലാം ഉണ്ട്. ഈ കണക്കൂട്ടലെല്ലാം തെറ്റിച്ചിട്ടാണ് ജപ്പാൻകാർ കയറിയത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വെല്ലുവിളി ഇത്തവണ ഉണ്ടാകുമെന്ന് വെച്ചാൽ ഉണ്ടാകാം. പക്ഷേ ഇത് പുതിയ ടീമാണ്, ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് പുതിയതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ടാകാം, പുതിയതായിട്ടുള്ള രീതികളുണ്ടാകും. പിന്നെ ജർമ്മൻ ഫുട്ബോളിൽ ഇപ്പോൾ വന്നേക്കുന്ന ഒരു തോട്ട് പ്രോസസ്സ് അവർ വിചാരിക്കുന്ന വെച്ചാൽ, ഇത് ഇങ്ങനത്തെ മെക്കാനിക്കൽ ഗെയിമിനെ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു, അതിലേക്കാളും കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള ഇൻഡിവിജ്വൽ അതിനുള്ള സ്കോപ്പും കൂടി കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള സ്കോപ്പ് ഈ കോച്ച് കൊടുത്തിട്ടുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ചില പ്ലെയേഴ്സിന്, ഇപ്പോൾ ജമാൽ മുസിയാല പോലൊരു പ്ലെയർ ഉണ്ട്, അയാൾക്ക് പലതും ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വലി ടാലൻറ്റ് വൈസ് അയാൾ കുറഞ്ഞ ആളല്ല. പക്ഷേ ജർമ്മനി ഒരു സിസ്റ്റത്തിൽ പെട്ടാൽ
ഏൽപ്പിക്കുന്നുണ്ട്. ഈ സിസ്റ്റം തെറ്റിക്കരുത്. ഉം. അപ്പോൾ ആ സിസ്റ്റം തെറ്റിക്കുന്ന നിമിഷങ്ങൾ വരാം. അപ്പോൾ അത് ഒരുപക്ഷെ നമുക്ക് ഈ വേൾഡ് സിസ്റ്റം കപ്പിൽ കാണാം. തെറ്റിക്കുന്ന നിമിഷങ്ങൾ വരാം. അങ്ങനെ വന്നാൽ കാണാം. അതിന് ഒരു സാധ്യത ഉണ്ട് താനും. പക്ഷേ പൊതുവെ പറയുന്നതും ഒക്കെ നമുക്ക് തോന്നുന്നത് വെച്ചാൽ ജർമ്മനി ക്വാർട്ടർ ഫൈനൽ എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കാരണം അതിന് ഈ സ്റ്റഡി ആയിട്ടുള്ള ടീമാണ്. അപ്പം എന്തായാലും ഫസ്റ്റ് റൗണ്ടിലൊന്നും തോറ്റു പോകില്ല. കാരണം മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്നത് മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു ടീമാണ് ജർമ്മനി. ക്വാർട്ടർ എന്ന് പറയുന്ന ഒരു ഗ്യാരണ്ടി. പക്ഷേ അത് എവിടം വരെ പോകും എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ക്വാർട്ടർ ഫൈനൽ. അപ്പോൾ വേറൊരു ഇതുണ്ട്. ക്വാർട്ടർ ഫൈനൽ ജയിച്ചാൽ ജർമ്മനി ടൈറ്റിൽ കണ്ടൻഡറാണ്. ആണ്. യെസ്. പിന്നെ 2 മാച്ച്. കാരണം ജർമ്മനിക്ക് അതിനുള്ള വിഭവങ്ങളുണ്ട്, ഒരു ലെഗസി ഉണ്ട്, വിഭവങ്ങളുണ്ട്. അവരുടെ ചേരുവ ആണെങ്കിലാണല്ലോ സെമി എത്തുക. അത്രേ ഉള്ളൂ. അതെ, അതൊരു വണ്ടർ ആയിരിക്കില്ല. യെസ് യെസ്. അത് അതൊരു സ്വാഭാവിക യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഒരു ടീമിൻ്റെ ഒരു മുന്നേറ്റമാണ്. സാധ്യമാണ്. കപ്പടിക്കില്ലെന്നും പറയാൻ പറ്റില്ല. കപ്പടിക്കില്ലെന്ന് മാത്രമല്ല, അവർ ചില ടീമുകൾക്ക് ചിലപ്പോൾ ഒരു വലിയ മുറിവേൽപ്പിച്ചിട്ട് ആയിരിക്കും അവർ തോറ്റുപോയാൽ തന്നെ ചിലപ്പോൾ പോകുന്നത്. വെച്ചാൽ അവരുമായിട്ടുള്ള കളി, ഇപ്പോൾ നോക്കൗട്ട് റൗണ്ടിലൊക്കെ ജർമ്മനി പോലുള്ള ടീമുമായിട്ട് എക്സ്ട്രാ ടൈമിലേക്കൊക്കെ ഒരു കളി പോയി കഴിഞ്ഞാൽ ജർമ്മനിയുടെ പുതിയ നിരയാണല്ലോ, കൂടുതൽ ചെറുപ്പക്കാരാണല്ലോ, അവരുമായിട്ട് ഈ 1.5 മണിക്കൂറൊക്കെ കളിച്ച് മടങ്ങുമ്പോൾ ജയിച്ചാലും അവരുടെ എതിരാളി ആ പർട്ടിക്കുലർ മാച്ചിൽ എതിരാളി ജയിച്ചാലും ചിലപ്പോൾ അടുത്ത മാച്ചിൽ ആ ക്ഷീണം, ആ ഫറ്റീഗ് അവരെ ചിലപ്പോൾ ബാധിക്കും. അപ്പോൾ ജർമ്മനി ആ അർത്ഥത്തിൽ നോക്കിയാൽ അപകടകാരികളായിട്ടുള്ള ഒരു ടീമാണ്. ചിലപ്പോൾ അല്ലേ ഒരു ജയന്റ് കില്ലർ കൂടി ആയി മാറും. പിന്നെ ജർമ്മനി ആകുമ്പോൾ നമ്മളൊരു അട്ടിമറി എന്ന് പറയില്ല. അത് നമ്മുടെ ഒരു മീഡിയ ലോകത്ത് പറയുന്ന ഒരു വാക്കാണല്ലോ. ഓൾറെഡി ജയന്റ് ആയതുകൊണ്ട് ജയന്റ് കില്ലർ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതെ. അവരുടെ ഒരു ബിഹേവിയറും കാര്യങ്ങളൊക്കെ എപ്പോഴും ലോ പ്രൊഫൈലായിരിക്കും. കളിക്കളത്തിൽ അങ്ങേയറ്റം വാശി, ഫൈറ്റിംഗ് സ്പിരിറ്റ് ആണ്. ആ സ്പിരിറ്റിൽ അവരൊരു വെള്ളം ചേർക്കില്ല. പക്ഷെ അവരെ അത്ഭുതപ്പെടുത്തുന്ന നീക്കങ്ങളും വ്യക്തിഗത പ്രകടനങ്ങളായിട്ട് ലാറ്റിൻ അമേരിക്ക എന്നൊക്കെയുള്ള ടീമുകളെ, ഇപ്പോൾ ഇക്വഡോറിനെ പോലെയുള്ള ടീമുകളൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ പണി കിട്ടും. ജർമ്മനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയും വരാം. പക്ഷേ ക്വാർട്ടർ ഫൈനലെത്തി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ജയിച്ചാൽ ജർമ്മനിയും കിരീടാവകാശം ഉന്നയിക്കാവുന്ന ടീമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒരു 41 വയസ്സുകാരൻ ഇപ്പോഴും ലോകത്ത് ചർച്ചയാണല്ലോ, ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ റൊണാൾഡോയ്ക്ക് ഒരു ലോകകപ്പിനുള്ള അർഹത എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആരാധകർ അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, മുൻകാലങ്ങളിൽ ഒരുപക്ഷെ ക്രിസ്ത്യാനോയെ ബേസ് ചെയ്തിട്ടായിരിക്കും പോർച്ചുഗൽ എന്ന് പറഞ്ഞ ടീം കളിക്കുക, അല്ലെങ്കിൽ അറ്റൻഷൻ അദ്ദേഹത്തിലേക്ക് മാത്രമായിരിക്കും. പക്ഷേ ഓഫ് ദ ലേറ്റ് ഇപ്പോൾ വരുന്ന ടീം എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനോ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ക്രിസ്ത്യാനോ സെൻറ്റേഡ് ടീമല്ല. ക്രിസ്ത്യാനോയ്ക്കൊപ്പമോ ആ നിലയിലേക്കോ ശേഷിയുള്ള പ്രതിഭയുള്ള കുറേ പ്ലെയേഴ്സ്, പ്രത്യേകിച്ച് മിഡ്ഫീൽഡിലൊക്കെ ആണെങ്കിലും ഉണ്ട്. അവരുടെ കോച്ചും തരമേന മിടുക്കനായൊരു കോച്ചാണ്. അപ്പോൾ ഒരു നല്ലൊരു വിഭാഗം ആളുകൾ വിചാരിക്കുന്നുണ്ട് ഈ വേൾഡ് കപ്പ് പോർച്ചുഗലിനാകാം അവരുടെ ആദ്യത്തെ ലോകകപ്പ് എന്ന് പറഞ്ഞൊരു സ്വപ്നം. ആ സ്വപ്നത്തോടെ ഒരുപക്ഷെ ക്രിസ്ത്യാനോ ഈ പറഞ്ഞ ബൂട്ടഴിക്കാം. അതൊരു സ്വപ്ന സമാനമായൊരു കാര്യമാണ്. സാർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, ക്രിസ്ത്യാനോ ലോകകപ്പ് നേടിക്കൊണ്ട് ബൂട്ടഴിക്കുക എന്ന് പറഞ്ഞാൽ ലോക ഫുട്ബോളിൻ്റെ ഒരു മനോഹരമായ ഒരു മുഹൂർത്തമായിരിക്കും. കാരണം വെച്ചാൽ ക്രിസ്ത്യാനോയെ ആരാധിക്കുന്ന ഒത്തിരി കോടിക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾ ലോകത്തുണ്ട്. അതെ. ആകെയുള്ളൊരു പ്രശ്നം വെച്ചാൽ ക്രിസ്ത്യാനോ ഇത്രയും നാൾ കളിച്ച ലോകകപ്പുകളിലൊന്നും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ പറ്റിയ ഒരു ടീമുണ്ടായിരുന്നില്ല. ഇത്തവണ അതുണ്ട്. അത് യങ് ടീമാണ്. ക്രിസ്ത്യാനോയ്ക്ക് പ്രായം എത്ര എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ പ്രായത്തിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ യങ് ടീമാണ്. അത് യൂത്തിൻ്റെ ബ്ലെൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ അകത്ത്. കാരണം അവിടെ നേരത്തെ മനോജ് പറഞ്ഞ പോലെ തന്നെ ക്രിസ്ത്യാനോ ഇല്ലെങ്കിലും വേണമെങ്കിൽ ഈ പോർച്ചുഗൽ ടീമിന് ഈ വേൾഡ് കപ്പ് കളിക്കാം, ജയിക്കുകയും ചെയ്യാം. പക്ഷേ ക്രിസ്ത്യാനോയും കൂടി വരുമ്പോൾ, ക്രിസ്ത്യാനോ മാത്രമല്ല ബ്രൂണോ പോലുള്ള പ്ലേയേഴ്സും കൂടി വരുമ്പോൾ ലീഡർഷിപ്പുമായി ആണ്. ഇപ്പോൾ സ്പെയിനിന് നമ്മൾ പറഞ്ഞ ഇല്ലാത്ത ഒരു കാര്യം ഇവർക്കുണ്ട്. ഒന്നിലേറെ പ്ലേയേഴ്സ് ഉണ്ട്. അതെ, ക്രിസ്ത്യാനോ ഒരാളല്ല 2 ആളാണെന്ന് പറയേണ്ടി വരും ആ ലീഡർഷിപ്പും ഒരു കാര്യത്തിന് കൊടുക്കുന്ന ഒരു ഇതിലൊക്കെ. പിന്നെ അവരുടെ ഒരു ഫാസ്റ്റായിട്ടുള്ള ഒരു ഗെയിമിനുള്ള കപ്പാസിറ്റി, ടാക്റ്റിക്കലി നല്ലതാണ്, സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ്, പുതുമയുള്ള ടീമാണ്. ഇതുവരെ കണ്ട പോർച്ചുഗലല്ല നമ്മളിപ്പോൾ കാണാൻ പോകുന്ന പോർച്ചുഗലിനെ യൂറോപ്പിലെ ബ്രസീൽ എന്നൊക്കെ പറയുമായിരുന്നു. അത് അതിൻ്റെ ഒരു ഫ്ലോ ഇതുകൊണ്ടാണ്. അപ്പോൾ ആ ഫ്ലോയും ഈ ടാക്റ്റിക്കലി ഉള്ള മികവും എല്ലാം കൂടി ചേർത്ത് വന്നിരുമ്പോൾ ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഈ പുതിയ കളിക്കാരെല്ലാവരും നല്ല ക്രിയേറ്റീവ് മിടുക്കന്മാരാണ്. അതിലാണ് ഈ യൂറോപ്പിലെ ബ്രസീൽ എന്ന് പറയാവുന്ന ഒരു വിശേഷണത്തിൽ അവർ അർഹരാക്കുന്നത് ക്രിയേറ്റിവിറ്റിയാണ്.
നേരത്തെ എംബാപ്പയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ, പക്ഷേ ക്രിസ്ത്യാനോയാണ് ഗോളടിക്കേണ്ടത്, ക്രിസ്ത്യാനോയാണ് അവസാനത്തെ അണിയടിക്കേണ്ടത് എന്ന് വിചാരിച്ചാൽ അത് ടീമിന് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വന്നാൽ അത് ഗുണകരമാകില്ല ഇനിയുള്ള ഫുട്ബോളിൽ. പ്രത്യേകിച്ചും ഈ ലോകകപ്പിൽ അത് ഗുണകരമാകില്ല. വ്യക്തി വികാരത്തേക്കാൾ ടീം വികാരം വരണം. അതെ, ഈ ക്രിയേറ്റിവിറ്റി ഇതെല്ലാം ഉള്ളപ്പോഴും പോർച്ചുഗൽ പ്രൂവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ അവരുടെ കൺസിസ്റ്റൻസിയിൽ പ്രശ്നമുണ്ട്. അത് ഏത് ദിവസം എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അത് ബ്രസീലിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ആ കൺസിസ്റ്റൻസിയിലെ പ്രശ്നം അവരെ അത് ലാറ്റിൻ അമേരിക്കയിലെ ബ്രസീലിനും യൂറോപ്പിലെ ബ്രസീലിനും ആ പ്രശ്നമുണ്ട്. അവരെ കൺസിസ്റ്റൻസി പ്രശ്നമുണ്ട്. കാരണം അവർക്ക് തന്നെ അറിഞ്ഞൂടാ നാളെ നമ്മൾ കളിക്കുമ്പോൾ എങ്ങനെയാകും, ആരായിരിക്കും കൂടുതൽ ടീമിനെ ഒരുമിച്ച് നിർത്തിയിട്ട്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ഒരു പ്ലെയർക്ക് മാത്രമല്ലല്ലോ കൺസിസ്റ്റൻസി, ഒരു പ്ലെയർ ടീമിന് മൊത്തത്തിൽ. അപ്പോൾ അത് അവരുടെ ദൗർബല്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടി വരും. മാത്രമല്ല ഇപ്പം എൻ്റെ അകത്തുള്ള വലിയൊരു സംഭവം എന്ന് വെച്ചാൽ, മെസ്സി ലോക ഫുട്ബോളിൻ്റെ തലപ്പത്ത് ഒരു കൊടുമുടിയിൽ നിൽക്കുന്നു, മറ്റൊരു കൊടുമുടിയിൽ ക്രിസ്ത്യാനോ നിൽക്കുന്നു. മെസ്സി ലോകകപ്പ് നേടിക്കഴിഞ്ഞു. മെസ്സി ഓൾ ടൈം ഗ്രേറ്റ് അല്ലെങ്കിൽ ഗോട്ട് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് പല തർക്കമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ ഇത് കാണുമ്പോൾ ആരാധകർ നമ്മളെ രണ്ടുപേരെയും ഓടിച്ചിട്ടടിക്കും. ചിലപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഓൾ ടൈം ഗ്രേറ്റ് അല്ല എന്ന് നമ്മൾ പറഞ്ഞാൽ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ചില 10 കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ, 2036 തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ ഗ്രേറ്റ് ആണോ ഇല്ലയോ എന്ന്. ആ ഗ്രേറ്റ് ആണെങ്കിൽ അദ്ദേഹം ഈ ലോകകപ്പിലെങ്കിലും ഗ്രേറ്റ് ആണെന്നുള്ള ലേബലില്ലാതെ ടീമിന് വേണ്ടി കളിക്കുന്ന ഒരാളാണ്. സ്വാർത്ഥത ഉണ്ടാകരുത്. ടീമിൽ ഈ ടീം ബാക്കി എല്ലാ ചേരുവത്ത ടീമാണ്. അവർക്കൊരു ലീഡർ വേണം. ആ ലീഡർ അദ്ദേഹം മാത്രമല്ല, ബ്രൂണോയും നല്ല ലീഡർ തന്നെയാണ്. പക്ഷേ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ആ ഇൻകൺസിസ്റ്റൻസി അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കൈവരിക്കാൻ ഇനി വേണ്ടത് ടീമിൻ്റെ ഒത്തൊരുമയാണ്. അപ്പോൾ അതിൽ ഒരു വലിയ സൂപ്പർ താരം ഉണ്ടാകുന്നേക്കാൾ നല്ലത് താരങ്ങളിലെ ഒരു താരമായിട്ട് ഇദ്ദേഹം നിൽക്കുന്നതാണ്. അപ്പോൾ മെസ്സി മുകളിൽ ഒരു ഭാഗത്ത് ഒരു കൊടുമുടിയിൽ നിൽക്കുന്നു, ക്രിസ്ത്യാനോ ഒരു കൊടുമുടിയിൽ നിൽക്കുന്നുവെങ്കിൽ ഇവർ തമ്മിൽ ഒരു പോരാട്ടം വരാനുള്ള സാധ്യതയാണ് ഈ ലോകകപ്പിൻ്റെ ഏറ്റവും മനോഹരമായ സാധ്യത. അട്രാക്ഷൻ. ക്വാർട്ടർ ഫൈനൽ അർജന്റീനയും പോർച്ചുഗലും തമ്മിൽ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അർജന്റീന ഫസ്റ്റ് റൗണ്ടിൽ 2ാം സ്ഥാനത്തായി പോകണം. ഗ്രൂപ്പിൽ ജെ ഗ്രൂപ്പിലാണല്ലോ അർജന്റീന. ഇപ്പോഴത്തെ നിലയിൽ അത് സാധ്യത കുറവാണ്. അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു ഫൈറ്റ് വരും. അതെ അതെ അതെ, ഫൈനൽ ബിഫോർ ദ ഫൈനൽ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വരും. അതിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു റിതം ഉള്ള ടീം നിലവിലത്തെ ഫോമിലും ട്രാക്ക് റെക്കോർഡിലും അർജന്റീനയാണ്. ശരിയാണ്, സ്റ്റേബിളാണ്, സ്റ്റെബിലിറ്റിയാണ്. പോർച്ചുഗലിന് റിതം ഉണ്ടായിരിക്കാം, പക്ഷേ അർജന്റീനയുടെ റിതം പൊളിക്കാൻ പോർച്ചുഗലിന് പറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അർജന്റീന റിതം കണ്ടെത്തുകയും അത് കീപ്പ് ചെയ്യുകയും ചെയ്താൽ ക്രിസ്ത്യാനോ മുൻനിരയിൽ കളിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല, സപ്ലൈ ബോൾ എത്തൂല്ല. പക്ഷെ അർജന്റീനയ്ക്കുള്ള ഒരു കാര്യം വെച്ചാൽ ഒരു ട്രാൻസിഷൻ എഫിഷ്യൻസി എന്ന് പറയേണ്ടത്, ഒരു കളിയിലെ ട്രാൻസിഷൻ. ബാക്കിൽ നിന്ന് ബോൾ വരുന്നു, മുന്നിൽ വരുന്നു, അറ്റാക്ക് ചെയ്യുന്നു, എതിരാളിക്ക് ബോൾ കിട്ടുന്നു, അവർ വരുന്നു, അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെ പൊളിക്കുക, എന്നിട്ട് അത് അടുത്ത അറ്റാക്കായിട്ട് കൺവേർട്ട് ചെയ്യുക. അത് അങ്ങനെ വരുന്നു ഈ ട്രാൻസിഷൻ. അതിൻ്റെ ഒരു എഫിഷ്യൻസി പോർച്ചുഗലിനില്ല, അർജന്റീനയ്ക്ക് ഉണ്ട്. അതിനെ എങ്ങനെ പൊളിക്കും എന്നുള്ളതാണ്. അർജന്റീനയ്ക്ക് ഈ വെർട്ടിക്കൽ പാസുകളുടെ അത് കഴിഞ്ഞ 4 വർഷം അവർ പരീക്ഷിച്ചതാണ്, പ്രൂവ് ചെയ്താണ്. അപ്പോൾ ആ വെർട്ടിക്കൽ അറ്റാക്കുകളും മിഡ്ഫീൽഡിലെ അവർ എല്ലാ ബോളിനും അല്ലെങ്കിൽ എതിർ കളിക്കാരെ ഫിസിക്കലി ഹൈ പ്രസ് ചെയ്യുന്നതല്ല അർജന്റീനയുടെ രീതി. അതിന് പകരം അവർ എതിരാളി ബോൾ പാസ് ചെയ്യാൻ സാധ്യതയുള്ള മേഖലകൾ പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ചലഞ്ച് പോർച്ചുഗൽ നേരിട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. പോർച്ചുഗൽ അങ്ങനത്തെ ചലഞ്ച് നേരിട്ട് മാറണമെങ്കിൽ ആ പോർച്ചുഗൽ മിഡ്ഫീൽഡ് മൊത്തത്തിൽ ടീം ലീഡേഴ്സായിട്ട് മാറണം. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതായിട്ട് ഞാൻ പറയുന്നത്, ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകകപ്പ് നേടി പിരിയുക എന്നുള്ളത് ലോക ഫുട്ബോളിലെ മനോഹരമായ ഒരു മുഹൂർത്തം തന്നെ ആയിരിക്കും, സംശയമില്ല. കാരണം ഇത്രയും നാൾ ഫുട്ബോളിനോട് ഇത്രയും കമ്മിറ്റഡ് ആയിട്ട്, കോമ്പറ്റിറ്റീവ് ഫുട്ബോളിനോട് ഏറ്റവും കൂടുതൽ അങ്ങേറ്റം കമ്മിറ്റഡ് ആയിട്ട് നിന്നിട്ട് ഒരു തരി വെള്ളം ചേർത്തിട്ടില്ല ഫുട്ബോളിൽ. അദ്ദേഹം ഒരു പ്ലെയർ എന്നുള്ള നിലയ്ക്ക് ശരിയാണ്, അതിനോട് മുഴുവൻ സമയം കമ്മിറ്റഡ് ആയിരുന്നു. അങ്ങനെ ഒരാൾക്ക് ലോകകപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നല്ല മനോഹരമായ മുഹൂർത്തമായിരിക്കും. പക്ഷെ ആ മുഹൂർത്തത്തിന് തടസ്സം ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ലോകത്തിപ്പോൾ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള 2 കളിക്കാർ തമ്മിൽ വരുന്ന ഒരു മുഹൂർത്തമാണ് പോർച്ചുഗലിൻ്റെ മുന്നിൽ ഒരു പ്രതിബന്ധമായിട്ട്
നിൽക്കുന്നത്. അപ്പം അത് സാർ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കാം. നമ്മളിപ്പോൾ ആ ഒരു സ്വാർത്ഥത വിട്ട് കളഞ്ഞിട്ട് ഒരു ലീഡർ എന്നുള്ള നിലയിൽ ടീമിൻ്റെ ജയം. അപ്പം ഇത് ഞാൻ ഓർക്കാൻ കാര്യം, ഇപ്പം 1990 വേൾഡ് കപ്പിൽ എനിക്ക് തോന്നുന്നത് അർജന്റീനയുടെ ക്യാപ്റ്റൻ അന്ന് മറഡോണയായിരുന്നു. മറഡോണ ആ മത്സരത്തിൽ ആ ടൂർണമെൻറ്റിൽ ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ലെന്നാണ് ഞാൻ ഓർക്കുന്നത്. പക്ഷേ ടീം ഫൈനൽ വരെ എത്തി. ആദ്യ മാച്ച് തോറ്റ ശേഷവും ടീം ഫൈനൽ വരെ എത്തി. അപ്പോൾ അതാണ് ഒരു ലീഡർ എന്ന് പറയുന്ന, അല്ലെ, ഒരു പ്ലെയർ എന്ന് പറയുന്ന പ്ലേ മേക്കർ, ലീഡർ. അയാൾ സാക്രിഫൈസ് ചെയ്യുക, അയാൾക്ക് ഗോളടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഗോളടിക്കാൻ അവസരങ്ങൾ ഒരുക്കുക. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് എംബപ്പെ ആയാലും ക്രിസ്ത്യാനോ ആയാലും അങ്ങനെ മാറുകയാണെങ്കിൽ അവരുടെ ടീമുകളെ സംബന്ധിച്ച് അത് വലിയ നേട്ടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഒരു ട്രൂ ലീഡറുള്ള ടീം ഇത്തവണ ലോകകപ്പ് ജയിക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ അല്ലേ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു കാഴ്ചപ്പാട് അതാണ്. അതെ, ഈ കളിക്കളത്തിൽ ഫുട്ബോളിൽ എപ്പോഴുള്ളതെന്ന് വെച്ചാൽ ചില കീ മൊമെൻറ്റ്സിൽ കോച്ചിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല, കളത്തിലാണ് കളി. കോച്ചിനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കീ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഈ കളിയുടെ ഒരു സാധ്യത, ജയപരാജയ സാധ്യത എങ്ങോട്ട് തിരിയുന്നില്ല. കാരണം ഒരു കൺസെപ്റ്റ് തന്നെ എന്ന് വെച്ചാൽ മിഡ്ഫീൽഡിലെ ഒരു പ്ലെയർക്ക് കാലിൽ പന്ത് കിട്ടിയാൽ അയാൾക്ക് മിനിമം 6 സാധ്യതകളാണെന്നാണ് ആ പന്ത് പാസ് ചെയ്യാൻ. ആ അടുത്ത മൊമെൻറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൽ 6 സാധ്യതയുണ്ട്. 6 സാധ്യതയിൽ ഏറ്റവും നല്ല സാധ്യത ഏറ്റവും കുറഞ്ഞ സമയത്ത് ഈ ആൾ ചൂസ് ചെയ്യുകയും അതിന് ഏറ്റവും പെർഫെക്റ്റായിട്ട് വിനിയോഗിക്കുകയും വേണം. ആ പാസ് വീക്കാകാൻ പാടില്ല. ലോങ് പാസ് ആണെങ്കിലും ത്രൂ പാസ് ആണെങ്കിലും ലോബി എന്നാണെങ്കിലും മൈനസ് പാസ് ആണെങ്കിൽ പോലും ഏതാണെങ്കിലും കൂടെയുള്ള സഹകളിക്കാർക്ക് ആ മൂവ് പിടികിട്ടണം. എതിരാളികൾക്ക് ആ മൂവ് പിടികിട്ടിയാലും ആ പന്ത് കിട്ടരുത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള മൊമെൻറ്റ്സ് ഉള്ള ഒരു ഗെയിമാണ് ഇത്. അപ്പോൾ ഇതിൽ ഓരോ കളിക്കാരനും ലീഡറാകുന്ന ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു സ്കില്ല് അതുള്ള ഒരു ടീം, അതിൻ്റെ പുറത്തൊരു ലീഡറുള്ള ടീം അവരായിരിക്കും ഇതിൻ്റെ അകത്ത് വിന്നേഴ്സ് ആകുന്നത്. പിന്നെ അത് ഒറ്റ കാര്യം കൂടെ ഉള്ളൂ. നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ടീമുകളെ പറ്റിയും സംസാരിച്ചു. ഇപ്പം ഇതിലൊരു കറുത്ത കുതിര, അതായത് വിരലുണ്ടാകുന്ന ടീമുകൾ മാത്രമേ വേൾഡ് കപ്പ് ജയിച്ചിട്ടുള്ളൂ. അതെപ്പോഴും ഒരു എലീറ്റ് ഗ്രൂപ്പാണ്. അതിലേക്ക് പുറത്തുനിന്ന് ഒരു ടീം പുതുതായിട്ട് വരാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത. അപ്പോൾ നമ്മൾ മൊറോക്കോ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നന്നായി കളിക്കുന്ന ടീമാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ടീം ഒരു ബ്രേക്ക് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു സെമി ഫൈനലിലെങ്കിലും ഒക്കെ എത്താനുള്ള സാധ്യത, അല്ലെങ്കിൽ ആതിഥേയർ എന്നുള്ള നിലയിൽ മെക്സിക്കോ, അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ടോ? അല്ല, മെക്സിക്കോയ്ക്ക് ഒരു സാധ്യതയുണ്ട്. മെക്സിക്കോയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, മെക്സിക്കോയുടെ പ്ലെയേഴ്സ് ഭയങ്കര ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള ആൾക്കാരാണ്. ഈ ഫൈറ്റിംഗ് സ്പിരിറ്റ് തന്നെ അവരെ പലപ്പോഴും കുഴപ്പത്തിൽ ചടിക്കും. എന്നുവെച്ചാൽ ആ ഫൈറ്റ് ഫിസിക്കലായി പോവുകയും അവർ ഇമോഷണലായി പോവുകയും ഗെയിമിൻ്റെ കൺസിസ്റ്റൻസി, ബാലൻസ് അവർ കളയുകയും ചെയ്യും. ഏതിനു വേണ്ടിയിട്ട്? അവർ ഇമോഷണലാകുന്ന കാര്യം എന്തോ അതിന് വേണ്ടിയിട്ട് ചെയ്യും. മെക്സിക്കോ നല്ല ഒരു അത്തരത്തിൽ സാധ്യതകളാണ്. കാരണം അവരുടെ നാട്ടിൽ കുറച്ച് മാച്ചസ് ആണെങ്കിൽ അവിടെ നടക്കുന്നു, ഉദ്ഘാടന മത്സരം ഉൾപ്പെടെ നടക്കുന്നു. അത് നോർവേ അത് ഹാളണ്ട് എന്ന് പറഞ്ഞൊരു പ്ലെയറിനെ മാത്രം വച്ചിട്ടല്ല, ആ ടീമിന് എത്രത്തോളം പോകാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടറിയണം. പക്ഷേ ഭയങ്കരമായ ഫയർ പവറുള്ള ഒരു ടീമാണ്. അങ്ങനെയുള്ള ടീമുകൾ കയറിയിട്ടുണ്ട്. 86 ബെൽജിയം കയറിയിട്ടുണ്ട്. ശരിയാണ്. യൂറോ കപ്പിൽ ഒരു തവണ ഗ്രീസ് കയറിയിട്ടുണ്ട്. അതെ, കപ്പ് ജയിച്ചു. സൗത്ത് കൊറിയ 2002 കയറിയിട്ടുണ്ട്. സെമി വന്നിട്ട് മൊറോക്കോ കയറി. ശരിയാണ്. പല തലത്തിൽ അതിന് സാധ്യതകളുണ്ട്. ആ ബിഗ് സ്റ്റേജിൽ അവർ ചിലപ്പോൾ പൊളിഞ്ഞു പോകുമായിരിക്കും. ബിഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് കപ്പ് മൊത്തത്തിൽ ബിഗ് സ്റ്റേജ് ആണെങ്കിൽ അതിൻ്റെ ക്രൂഷ്യൽ മാച്ചിൽ ഒരു വളരെ നിർണായകമായ മൂമെൻറ്റിൽ ഒക്കെ അതാണ് ഇത് വലിയൊരു ഗെയിം. ഇപ്പോൾ കഴിഞ്ഞ ഫൈനലിൽ അവസാനം ഫ്രാൻസിൻ്റെ ഒരു ഷോട്ട് ഗോളി തടുത്ത ഒരു സാധനം ഉണ്ടല്ലോ, അതകത്ത് പോയിരുന്നെങ്കിൽ ഇതൊന്നും അല്ലല്ലോ ചിത്രം. അതെ, ശരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള മൊമെൻറ്റിൽ ഒരു കളിക്കാരൻ പതറുന്നതാണ് ആ ടീമിൻ്റെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചില ലെജൻഡറി ബാക്ക്ഗ്രൗണ്ട് ലെഗസിയും ഇതൊക്കെയുള്ള ടീമുകൾക്ക് ആ നിമിഷം തരണം ചെയ്യാൻ, എന്ന് വെച്ചാൽ വിജയകരമായി അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ ഉണ്ടാവും. അല്ലാത്ത ആൾക്കാർക്ക് അതുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സാധ്യത. പിന്നെ ഒരു സാധ്യത എനിക്ക് ഉള്ളത്, സാധ്യത മാത്രമല്ല, അത് എനിക്കൊരു പേഴ്സണലി ഇഷ്ടമുള്ളൊരു ടീം, പ്ലേയിങ് സ്റ്റൈലും ഇഷ്ടമുള്ള ടീം. അവരെ നമ്മൾ ഒരു ലോക ഫുട്ബോളിലെ ഒരു പുതിയ ശക്തി എന്ന് പറയാൻ പറ്റില്ല. ഹോളണ്ടാണ്. അത് യോഹാൻ ക്രൈഫിൻ്റെ കാലം മുതലേ അവരുണ്ട്. പിന്നെ ബുള്ളറ്റ്, റൈക്കാർഡ്, വാൻ ബാസ്റ്റൻ ഇതിലേക്ക് വന്നു. ഡെന്നിസ് ബെർഗാമ്പിനെ പോലെയുള്ള പ്ലേയേഴ്സ് വന്നു, ഒരുപാട് പേര്. പിന്നെ ഇങ്ങോട്ട് വന്നു. പിന്നെ സ്നൈഡർ വന്നു, ഐരൻ റോബൻ വന്നു. അങ്ങനെ ഒത്തിരി കളിക്കാർ വന്നിട്ടില്ല. അവർ ഈ ലോകകപ്പിലും
ഉണ്ട്. അവരൊരു ശക്തി തന്നെയാണ്. കണ്ടന്റ് പക്ഷേ ലോക ഫുട്ബോളിൽ ഏറ്റവും നിർഭാഗ്യം ഭാഗ്യമില്ലാത്ത കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഒരു ഘട്ടം വരെ നന്നായി കളിച്ചിരുന്നു. ലോകകപ്പിന് എല്ലാ തരത്തിലും അവകാശമുള്ള ഒരു ടീമാണ്. ഫുട്ബോളിനെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. ഒരു ഫുട്ബോൾ കൺട്രി എന്ന് പറയാവുന്ന, ശരിക്കും ഫുട്ബോളിംഗ് നേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൽ അവർക്ക് എല്ലാ തരത്തിലും ഒരു എന്താ പറയുക, എഡ്ജുണ്ട്. കളിക്കളത്തിൽ വന്നിട്ട് ചില ദിവസങ്ങളിൽ അവർ ഈ ദുരന്ത നായകന്മാരായി പോകും, അത്രേ ഉള്ളൂ. അതെ. അപ്പോൾ എന്തായാലും ഇത്തവണ ഏറ്റവും നല്ല ടീം, സാർ പറഞ്ഞതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും മികവും തികവും എല്ലാം ഉള്ള ഒരു ടീം, അത് ആരാധകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീമുകളിലും ജയിക്കട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.